നിങ്ങൾ ഞങ്ങളെ ഒരുപാട് പേടിപ്പെടുത്തി. ഇപ്പോൾ കണ്ടോ ഞങ്ങളുടെ ശക്തി. കലക്കി കലക്കി കലക്കി. പച്ചക്കറി മുറിക്കണമെങ്കിൽ വേണം നല്ല കത്തി. കണ്ടോ, നിങ്ങളെ രക്ഷിക്കാൻ ഈ കന്നയെത്തി അടികൈ. രക്ഷിക്കൂ. മാങ്ങ കഴിച്ചാൽ പല്ല് തീർച്ചയായും പുളിക്കും. എലിയെ കണ്ടാൽ തീർച്ചയായും പുലി പോലും പേടിക്കും അടികൈ. ഈ മേഡത്തിനെ പേടിപ്പെടുത്താൻ നോക്കുന്നോ? രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങളുടെ അല്പമെങ്കിലും ദയ കാണിക്കൂ. ഞങ്ങളുടെ ഇത്രയൊന്നും ദേഷ്യം കാണിക്കരുതേ. എടാ, പെട്ടെന്ന് പോയേക്കാം, ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ പണി തീർക്കാം. എലി വിട്ടിട്ട് എല്ലാം അടിച്ച് തകർക്കുക. എന്റെ അടുത്താണ് നിന്റെ കളി. നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റി? കോളി എല്ലാ ബോളും അടിച്ചു പരത്തി. നീ ഞങ്ങളെയൊക്കെ അടിച്ചു വീഴ്ത്തി അടികൈ. വേണ്ട ഹണി, ഞാൻ ഒന്നും തന്നെ പറയാൻ പോകുന്നില്ല. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് ഇവൻ എലികളെ ഓടിച്ചത്. ഓ, എന്റെ ഹണി തീർച്ചയായിട്ടും ഒരു സിംഹം തന്നെയാണ്. സിംഹം ഹണി എന്ന് വെച്ചാൽ ലയൺ. വേഗം വാ, സമയായി, നമുക്ക് പോകാം. സമയമായി, വാ വാ. വാ വാ. ഉറങ്ങാതെ ഒന്ന് നോക്കടാ. എന്താ? ഇന്ന് ഞാൻ ഡോണറ്റ്സ് കഴിക്കാം. തൊട്ടുപോകരുത്. ഈ ഡോണറ്റ്സ് കന്ന സാറിന് വേണ്ടിയുള്ളതാണ്. കന്ന കഞ്ഞിവെള്ളം കുടിച്ചോളും. ഡോണറ്റ്സ് ഞങ്ങൾ കഴിക്കാം. ഇതിവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ആരടാ നീ? സ്ഥലം കാലിയാക്ക. പല്ലില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഡോണറ്റ്സ് കഴിക്കാൻ പോകുന്നത്? കിട്ടി. ഇവർക്ക് വേണമെങ്കിൽ ബട്ടർ കൊടുത്തേക്ക്. പല്ലിന് പകരം അതിരിക്കട്ടെ. പിന്നെ വായ്ക്കകത്ത് കൃമികളൊന്നും ഉണ്ടാവില്ല. ഇവർ വൃത്തികെട്ട പൂച്ചകളാണ്. ഇവർക്ക് ഒന്നും കൊടുക്കില്ല. നിനക്കെന്താ വട്ടാണോ? കണ്ണ് കണ്ടൂടെ? ഞാൻ സംസാരിക്കുന്നത് കണ്ടില്ലേ? Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game.
Download now only on Google Play Store. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ പൂച്ചകൾ എന്റെ അടുത്തുനിന്ന് ഡോണറ്റ്സ് മോഷ്ടിക്കാൻ നോക്കി. ഹണി അവന്മാരെ അടിച്ചു പരത്തി ഓടിച്ചു. ഹണി ഒരു സിംഹമാണ്, സിംഹം. സിംഹം എന്നാൽ ലയൺ. മാറിക്കോ മാറിക്കോ വേഗം മാറിക്കോ, മാറിക്കോ മാറിക്കോ വേഗം മാറിക്കോ. എടാ ബുദ്ധിയില്ലാത്ത കൊരങ്ങൻ കുട്ട, എന്താടാ നിന്റെ വണ്ടിയിൽ ബ്രേക്ക് ഇല്ലേ? ആ ഡോഗിയാണ് സൈക്കിളിലുള്ള ബ്രേക്ക് അഴിച്ച് മാറ്റിയത്. ഞങ്ങൾ ഒരുപാട് ശല്യം ചെയ്തോണ്ടിരിക്കുകയാണ്. രാത്രി 2 മണിക്ക് ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് ഡാൻസ് കളിക്കാൻ പറയും. അവന്റെ ശല്യം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവനെ പിടിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസറിനോട് ഞാൻ പറയാൻ പോവുകയായിരുന്നു. ഫോറസ്റ്റ് ഓഫീസറുടെ ആവശ്യം എന്താണുള്ളത്? ഞാനുണ്ടല്ലോ. എന്റെ പൊന്നു, അവനൊരു ഡോഗിയാണ്, ഓർമ്മിരിക്കട്ടെ. പക്ഷെ ഞാൻ സിംഹമാണ്. നീ വാ, അവന്റെ ഷേപ്പ് ഇന്നത്തോടെ ഞാൻ മാറ്റിയിരിക്കും. ഹണി, വേണ്ട. വേഗം വാ, ഈ കഴുതയെങ്കിലും തടഞ്ഞേ മതിയാവൂ. ഹിപ്പ് ഹോപ്പ് കളിക്ക, ഹിപ്പ് ഹോപ്പ്. ഓ പാപ്പല്ലടാ, ഹിപ്പ് ഹോപ്പ്. ഈ അതിക്രമങ്ങൾ ഉടൻ തന്നെ മതിയാക്ക്. എന്താടാ, നീയും ഡാൻസ് കളിക്കാൻ വന്നതാണോ? ഞാൻ നിന്നെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാ ഇത് പിടിച്ചോ. ഡാൻസ് ആടൂ. നീ എന്തായാലും വന്നത് നന്നായി. മാങ്ങ പറിക്കാൻ ഒരാളായല്ലോ. സർ, അവനെ വിട്ടേക്കൂ, അറിയാതെ സംഭവിച്ചു പോയി. പറ്റില്ല. നിങ്ങളെന്താ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതാണോ അതോ മാപ്പ് ചോദിക്കാൻ വന്നതോ? അവരെന്തിനാ പേടിപ്പെടുത്തണേ? ധൈര്യം ഉണ്ടെങ്കിലേ എന്നോടൊന്ന് മത്സരിച്ച് നോക്ക്. നീ എന്തായി പറയുന്നത്? ഹണിയുടെ ശല്യം നിന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്താ നീയും തുടങ്ങിയോ? ഞാൻ നിന്നെ ചാലഞ്ച് ചെയ്യാണ്. ഞാൻ നിന്നെ ഇടിച്ച് പരത്തും. എന്നാ നിനക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. എന്നെ ഞാൻ ഇന്ന് ചമ്മന്തിയാക്കും, ചമ്മന്തി. ഒരു പക്ഷേ നീ തോറ്റു കഴിഞ്ഞാൽ ഈ കൊരങ്ങച്ചന്മാരെ നീ ഒന്നും ചെയ്യാൻ പാടില്ല. സമ്മതിച്ചു, നല്ല രസമായിരിക്കും. വേഗം വാ, നമുക്ക് പോയി ബണ്ണിയെ സഹായിക്കാം. എന്താടാ ഈ ചെയ്യുന്നത്? എല്ലാ പച്ചകളും ഒരിക്കലും മാങ്ങയായി മാറില്ല, സംശയമുണ്ടോ? നീ ഇടയ്ക്ക് ഇങ്ങനെ കേറി വരാതെ, ഞാൻ വല്ലാതെ കൺഫ്യൂസ് ആയി പോവാണ്.
മതിയാക്ക്, ഞാൻ തോറ്റു. തല്ലരുത്. ഏ? ഏ? എടാ, ഞാൻ തോൽവി സമ്മതിച്ചല്ലോ, പിന്നെ എന്തിനാ എറിയുന്നത്? നീ എന്താ കഴുതയാണോ? അതെ, കഴുത തന്നെയാണ്. നീ സമ്മതിച്ചതുപോലെ ഇനി ഞങ്ങളെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. എന്താ മനസ്സിലായല്ലോ? ശരി ചേട്ടാ, ഇനി ഞാൻ ഒരിക്കലും ഇവിടേക്ക് വരികയേയില്ല. താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു. എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്. സിംഹമായി മാറിയ ഞാൻ എങ്ങനെയാ ഡോഗിയുടെ അടുത്ത് തോറ്റത്? നീ സിംഹമല്ല, പൂച്ചയാണ്. സംശയമുണ്ടോ? അതെ, സംശയമുണ്ട്. അങ്ങനെ ഞാൻ സിംഹമല്ലെങ്കിൽ പിന്നെന്തിനാ മേഡവും കിറ്റിയും കൂടി എന്നെ സിംഹം എന്ന് വിളിച്ചത്? ധൈര്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പറയും, ഇവൻ സിംഹമാണെന്ന്. ഇതെന്തായാലും അത്ര ശരിയുള്ള കാര്യമൊന്നല്ല. ഇവൻ ഡോഗി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരുപക്ഷെ ഞാൻ വല്ല കാട്ടിലും പോയി വല്ല പുലിയുടെ വായിലും പെട്ടിരുന്നെങ്കിലോ? പിന്നെ എന്റെ കാര്യം എന്താവും?